വിഴിഞ്ഞത്ത് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസ്. പ്രതികൾക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട സുമന് പ്രതികളുമായി പരിചയമോ മുൻവൈരാഗ്യമോ ഇല്ല എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. മർദ്ദനത്തിൽ സുമന്റെ വാരിയെല്ല് ഒടിഞ്ഞ് തറച്ചു കയറിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരികമായി നിരവധി പരിക്കുകൾ ഉള്ളതായും നെഞ്ചിൽ രക്തസ്രാവം ഉണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട്. നെഞ്ചിനേറ്റ മർദ്ദനവും രക്തസ്രാവവുമാണ് മരണകാരണം. TV പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രസാദ, ദൃശ്യങ്ങൾ നമുക്ക് കണ്ടു നിൽക്കാനാവില്ല. അത്രത്തോളം ക്രൂരമായ മർദ്ദനമേറ്റാണ് സുമൻ കൊല്ലപ്പെടുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കാര്യങ്ങൾ അത് ഞെട്ടിക്കുന്നതാണ്. ഒരു ബാറിലുണ്ടായ തർക്കമാണ് ഇത്തരത്തിലുള്ള അതിക്രൂര കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. ഇന്നുള്ള പോലീസ് നടപടികൾ എങ്ങനെയാണ്? അതുതന്നെയാണ് കീർത്തന ഷിഹാസെ പറഞ്ഞതുപോലെ അതിഭീകരമായ മർദ്ദനമാണ് ഏറ്റുവാങ്ങിയത് എന്നതാണ്. അതിലൊരു സങ്കടകരമായ ഒരു കാര്യമുള്ളത്, ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് ഇവരുമായി വേറെ ഒരു തരത്തിലുള്ള മറ്റ് വിരോധം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് അപരിചിതരായ ആളുകൾ തമ്മിൽ ഒരു സംഘർഷം ബാറിനകത്ത് വെച്ചുണ്ടാകുന്നു. ആ ബാറിനകത്ത് വെച്ച് നടന്ന സംഘർഷം പിന്നീട് ഈ കൊലയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. അതായത് സ്വന്തം സഹോദരനെ മർദ്ദിച്ചു എന്ന പേര് പറഞ്ഞ് രണ്ടുപേരും ചേർന്ന് ആ റോഡിൽ വെച്ച് നടു റോഡിൽ വെച്ച് ചവിട്ടിയും അടിച്ചും കൊലപ്പെടുത്തുകയാണ്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാം അതിഭീകരമായ പരിക്ക് ഉള്ളിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന്. പോസ്റ്റ്മോർട്ടത്തിന്റെ വിവരം വന്ന സമയത്ത് അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. വാരിയെല്ലൊക്കെ പൊട്ടിപ്പോയിരുന്നു. അതെല്ലാം മറ്റ് അവയവങ്ങളിലേക്കെല്ലാം തുളച്ച് കയറുന്ന സ്ഥിതി ഉണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ളത്. അതിലും ഗുരുതരമായ ഒരു കാര്യമുള്ളത്, ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങൾ അത് CCTV ദൃശ്യങ്ങളല്ല എന്നുള്ളതാണ്. കാരണം ഈ മർദ്ദനം കണ്ടുകൊണ്ട് മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഏതാണ്ട് 10-ലധികം ആളുകൾ ഈ മർദ്ദനം കണ്ടിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തലുള്ളത്. ഒരാൾ പോലും പിടിച്ചു നീക്കാൻ തയ്യാറായില്ല എന്നതാണ്. ചുരുക്കത്തിൽ ബാറിലുണ്ടായിരുന്ന ഒരു സംഘർഷം, ആ സംഘർഷത്തിന്റെ പുറത്തുണ്ടായിരുന്ന ഒരു തർക്കം, അത് പിന്നീട് ഒരു കൊലയിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ മദ്യലഹരി ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ രണ്ട് സഹോദരങ്ങളായ ചെറുപ്പക്കാരും ഒരു കൊലക്കേസിൽ പ്രതിയാകുന്നു. ഒരു ചെറുപ്പക്കാരൻ അവരുടെ ജീവിതം നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ശക്തമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരം പുറത്തു വരുന്ന CCTVകൾ പലതും, ഇന്നലെ പത്തനംതിട്ടയിൽ നിന്ന് നമ്മളൊരു ദൃശ്യം കണ്ടു. നടു റോഡിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അടിക്കുകയാണ്. അടിക്കുന്ന സമയത്ത് നിലത്ത് വീണ് ബോധം കെട്ട് കിടക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു. ചുരുക്കത്തിൽ പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനം, പെട്ടെന്നുണ്ടാകുന്ന മദ്യലഹരിയിലുണ്ടായിരുന്ന പ്രശ്നം, അതാണ് ഇന്നലെ വിഴിഞ്ഞത്ത് ഒരു ചെറുപ്പക്കാരന്റെ ജീവനെടുത്തത്, രണ്ട് യുവാക്കളുടെ ജീവിതവും നഷ്ടപ്പെടുത്തിയത്. ഒരു മുൻവൈരാഗ്യവുമില്ല, പരിചയവുമില്ല. ഒരു ബാറിലുണ്ടായ തർക്കത്തിന് പിന്നാലെ നടന്ന ഒരു ക്രൂര കൊലപാതകം. ഒരു ചെറുപ്പക്കാരനാണ് അതിൽ ജീവൻ നഷ്ടമായത്. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്, ഒപ്പം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ളത്. TV പ്രസാദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.